ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി അതിൻ്റെ ടൈമിങ് മാറാൻ വേണ്ടി അയച്ചാണ് നമ്മൾ. ഇപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ ചെയിനും അത്യാവശ്യം ഈ വീലൊക്കെ തേമാനം വന്നിരുന്നു കേട്ടോ. ഒരുവിധം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നിട്ടുണ്ട്. കാരണം ഈ വീലുമ ചെയിൻ്റേതായിട്ടുള്ള ഒരു പാടടക്കം വന്നിട്ടുണ്ട്. തേമാനത്തിൻ്റെയാണ് അത്രയും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പുഷ് റോഡും അതിൻ്റെ റബ്ബർ സ്പ്രിങ് അതൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അതിൻ്റെ നിലവിൽ ഇപ്പോൾ എത്ര ഭാഗം അഴിച്ചാണ് ഒരല്പം ഓയിൽ നമുക്ക് ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, എൻജിൻ ഓയിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ അത്യാവശ്യം കളർ ചേഞ്ച് ഉണ്ട്. നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ കൂട്ടത്തിൽ നമുക്ക് ഓയിൽ കൂടി മാറ്റിവിടാം. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ വീലുകൾ ചെയിന് അതിൻ്റെ അതേപോലെ തന്നെ പുഷ് റോഡ് റബ്ബർ അതിൻ്റെ ഓറിങ് ഐറ്റംസ് അതേപോലെ സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ ഓറിങ് ഓയിൽസിൽ അതെല്ലാം കൂടിയിട്ട് നമുക്ക് അഴിക്കുമ്പോൾ സെറ്റ് അങ്ങനെ മാറ്റാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കേസ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ കേസ് എൻജിൻ കേസ് അതിന് തേമാനം ഉണ്ട് ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ നമുക്ക് പുഷ് റോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ 100% നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ സൗണ്ടിൻ്റെ കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ചെറിയൊരു പ്ലേ ഉണ്ട്. കാരണം ഈ പുഷ് റോഡ് ഇങ്ങനെ വർക്ക് ചെയ്ത് ഇത് മെറ്റലും ഇത് അലുമിനിയമാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യം അതിനകത്ത് ഓയിൽ ഉണ്ട്, ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടി കുറേ ആവുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തേമാനം ഈ കേസിന് വരും. അത് നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ നിലവിൽ പുഷ് റോഡ് പുതിയതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം വരും എന്തെങ്കിലും. പക്ഷെ മൈന്യൂട്ടായിട്ട് ചെറിയ ഒരു ഓയിൽ ലീക്കേജ് അവിടെ ഉണ്ട്. കാരണം ഈ പുഷ് റോഡ് നല്ല രീതിയിൽ ഓയിലിൻ്റെ പ്രഷറിലാണ് നിൽക്കുക. ഓയിൽ ശരിക്കും പ്രഷർ ചെയ്യുമ്പോഴാണ് നിൽക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഓയിൽ പ്രഷർ അങ്ങനെ ലോഡായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് ഓയിൽ ലീക്കേജ് വരും. അത് കുറേ നേരം ഇരിക്കുമ്പോഴാണ് പ്രശ്നം വരുള്ളൂ കേട്ടോ. കാരണം അത്രയും ടെൻഷനിൽ ഇങ്ങനെ ഓയിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേപാട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലും, അത് ലോഡായിക്കൊണ്ടിരിക്കും. കുറേ നേരം റെസ്റ്റിലിരിക്കുമ്പോൾ പതുക്കെ മൈന്യൂട്ടായിട്ട്, കാരണം സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൂടി ഉള്ളതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ട് ഓയിൽ ലീക്കേജ് കാണിക്കാനകത്ത്. അപ്പോൾ ചെറിയൊരു സൗണ്ട് പ്രതീക്ഷിച്ചോ, കാരണം ഞാൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് നിലവിൽ കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്യണ സമയം ആയിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ.